സേനകളുടെ പരിശോധനയിൽ കര പോലെ തന്നെ ശക്തമാണോ നമ്മുടെ കടലും തീരവും? സംശയിക്കേണ്ട, ഡബിൾ സ്ട്രോങ് ആണ് തീര സംരക്ഷണ സേനകളുടെ പ്രവർത്തനങ്ങൾ. കൊച്ചി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മുടെ തീരം സുരക്ഷിതമാണ്. കസ്റ്റംസും ഇന്ത്യൻ നാവികസേനയും കോസ്റ്റൽ പോലീസും എല്ലാം അവരെല്ലാവരും സജ്ജരാണ്. എനിക്ക് പിന്നിലായി കാണുന്നത് അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ്. ഈ സേനകളെല്ലാം സംയുക്തമായി നടത്തുന്ന ഒരു ഓപ്പറേഷൻ. കള്ളക്കടത്തിനായി ലഹരി വസ്തുക്കളും കയറ്റിപ്പോകുന്ന ഒരു കപ്പലിനെ കസ്റ്റംസ് പിടികൂടുന്ന ദൃശ്യങ്ങളാണിത്. മുൻപ് കടലിലൂടെ കള്ളക്കടത്തും ലഹരിക്കടത്തുമെല്ലാം തടയാൻ 1-2 സേനകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. കഥയൊക്കെ മാറി. കസ്റ്റംസും നേവിയും കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും ഫിഷർമാനും അടക്കമുള്ള 14ഓളം സേനകൾ ഇന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രു സേനകളും കടൽ കൊള്ളക്കാരും കടൽ വഴിയുള്ള ആക്രമണത്തിന് ഒന്നും മടിക്കും. ഈ സേനകളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള പരിശീലനം സീ വിജിൽ എന്ന പേരിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ കൊച്ചി കായലിൽ നടക്കുന്നുണ്ട്. 2018 സീ വിജിൽ എന്ന എക്സസൈസ് ആദ്യം കൺസീവ് ചെയ്യുന്നത്. അതിനുശേഷം 19, 21, 22 ഇങ്ങനെ 3 എഡിഷൻസ് നടന്നിട്ടുണ്ട്. ഇത് 4th എഡിഷനാണ് സീ വിജിലിൻ്റെ. 2 ടീമായിട്ട്, ആസ് ഇറ്റ് വാസ് ബ്രീഫ്ഡ് ഏർലിയർ, ബ്ലൂ ഫോഴ്സ്, റെഡ് ഫോഴ്സ്. ബ്ലൂ ആണ് ഈ കംപ്ലീറ്റ് കോസ്റ്റൽ സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ ഗ്രൂപ്പ്. എല്ലാവരും അവരവരുടെ റെസ്പോൺസിബിലിറ്റി, അവരവരുടെ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റീസിൽ അവരവരുടെ അസറ്റ്സ് എല്ലാം യൂട്ടിലൈസ് ചെയ്ത് ദേ വിൽ ട്രൈ ടു സേഫ് ഗാർഡ് ഈച്ച് ആൻഡ് എവറി വൈറ്റൽ ഏരിയാസ് ആൻഡ് വൈറ്റൽ പോയിന്റ്സ് അണ്ടർ ദം. 600 കിലോമീറ്ററിലധികം നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരമേഖല. ഈ തീരങ്ങളിൽ ഏതു തരത്തിലുള്ള ആക്രമണങ്ങളുണ്ടായാലും അതിനെ നമ്മുടെ സേനകൾക്ക് നിഷ്പ്രയാസം ചെറുക്കാൻ കഴിയും. ക്യാമറമാൻ അഫ്സൽ രാജിനോടൊപ്പം ഷഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.